ഹലോ ഗൈസ്, എല്ലാവർക്കും സ്നാപ്ഷോട്ട് വ്ളോഗിൻ്റെ ഫസ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരുടെയും ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. നമ്മളെല്ലാവരും ബുള്ളറ്റ് എന്ന് പറയുന്ന വണ്ടി നമ്മൾ ചെറുപ്പം തൊട്ടേ ഒട്ടുമിക്കവരും എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, മോഹൻലാൽ ഓടിച്ചു വന്നതും അങ്ങനെ നമ്മൾ പൗരുഷത്തിൻ്റെ പ്രതീകമായിട്ട് കണ്ടേക്കുന്ന ഒരു വണ്ടിയാണ് ബുള്ളറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഉണ്ടാവും ബുള്ളറ്റ് വാങ്ങിക്കണം എന്നുള്ളൊരാഗ്രഹം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ബുള്ളറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ റോഡുകളിൽ കണ്ടുവരാറുണ്ട്. എന്നാലും നമുക്ക് പലർക്കും ഇപ്പോഴും ബുള്ളറ്റ് വാങ്ങിക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കായിട്ടും പിന്നെ ബുള്ളറ്റ് കറൻ്റ് യൂസ് ചെയ്യണവർക്കും ഒരു ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി റോയൽ എൻഫീൽഡ് ക്ലാസിക് 500 സ്റ്റെൽത്ത് ബ്ലാക്ക് ഞാനിപ്പോൾ എടുത്തിട്ട് അറൗണ്ട് ഒരു 2 കൊല്ലം ആവാറായി. 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൊല്ലമാകും. അപ്പോൾ അതിന് എനിക്ക് വന്നേക്കണ ചിലവുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ എൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ്, എൻ്റെ സർവീസ് കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബുള്ളറ്റിൻ്റെ ഫസ്റ്റ് സർവീസിന് എനിക്ക് വന്നേക്കണ ബില്ല്. ഫസ്റ്റ് വന്നേക്കണ ബില്ലെന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 968 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നെ വെഹിക്കിൾ വാഷിങ്, പിന്നെ കൺസ്യൂമബിൾ ചാർജസ്, ലേബർ ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് സർവീസിൽ നമുക്ക് ആകെ 963 രൂപയെ വന്നിട്ടുള്ളൂ ഫസ്റ്റ് സർവീസിൽ. ഇനി നമുക്ക് സെക്കൻഡ് സർവീസിൻ്റെ ഒന്ന് നോക്കാം. സെക്കൻഡ് സർവീസിൽ നമുക്ക് ഓയിൽ ചേഞ്ചും അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും വന്നില്ല. ഞാൻ വീൽ അലൈൻമെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു അഡീഷണൽ ബില്ല് വന്നേക്കണത്, ഒരു 350 രൂപ വന്നേക്കണത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വന്നേക്കണ കൺസ്യൂമബിൾ ചാർജ്, പിന്നെ വെഹിക്കിൾ വാഷിങ്, റിയർ വീൽ അലൈൻമെൻറ്റ്, അങ്ങനെ എല്ലാം കൂടി ഒരു 218 രൂപ ബില്ലിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ 350. അപ്പോൾ പ്ലസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് സർവീസിൽ ഒരു 568 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് സർവീസ് വന്നേക്കണത് എന്തെന്നാ, നമുക്ക് ഓയിൽ ചേഞ്ചും ഓയിൽ ചേഞ്ച് ഉണ്ട്. തേർഡ് സർവീസിൽ നമുക്ക് ഓയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം 775 പ്ലസ് ഒരു 218 രൂപ വെഹിക്കിൾ വാഷിങ്ങും കൺസ്യൂമബിൾ ചാർജസും. അങ്ങനെ തേർഡ് സർവീസിൽ മൊത്തം എനിക്ക് വന്നേക്കണത് 993 രൂപ. അതാണ് നമുക്ക് തേർഡ് സർവീസിൽ ഇപ്പോൾ വന്നേക്കണതായിട്ട് കാണുന്നത്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എടപ്പള്ളിയിൽ എൻ്റെ വണ്ടി മറ്റേ എന്താ പറയുക, നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത് ഞാൻ വണ്ടി ജസ്റ്റ് വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ജസ്റ്റ് സൈലൻസറിൻ്റെ ആ പോർഷൻ വരെ, സൈലൻസറിൻ്റെ അവിടെ കയറിയില്ല, അപ്പോൾ വെള്ളം കയറിയിരുന്നു. അപ്പോൾ വണ്ടി ജസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എടുത്തപ്പോൾ ഒന്ന് മറിഞ്ഞു വീണ്. അപ്പോൾ ആ ഗിയറിൻ്റെ ലിവർ അങ്ങനെ എപ്പടി വളഞ്ഞ് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ആ ഗിയർ അസംബ്ലി മാറിയതിൻ്റെ ഒരു 364 രൂപ. അപ്പോൾ അത് സർവീസിൽ പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ അത് അതേഴ്സ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസിൽ എഴുതിയിട്ടുണ്ട്, 364. പിന്നെ അടുത്തതെന്ന് പറയണത് ഇത് നമുക്ക് ഫോർത്ത് സർവീസ് വന്നേക്കുന്നതാണ്. 9000 കിലോമീറ്ററിലാണ് ഫോർത്ത് സർവീസ് വന്നേക്കുന്നത്. ഫോർത്ത് സർവീസ് എനിക്ക് മെയിനായിട്ട് ചെയിൻ ലൂബും ചെയിൻ ക്ലീനിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ജനറൽ സർവീസ്. അപ്പോൾ ഫോർത്ത് സർവീസിന് എനിക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 382 രൂപ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് സർവീസ്, നമ്മുടെ ബുള്ളറ്റിൻ്റെ ഫിഫ്ത്ത് സർവീസ് എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് തൊട്ട് നമുക്ക് പെയ്ഡ് സർവീസാണ്, മറ്റേ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 350. പിന്നെ ജനറൽ സർവീസ്, പിന്നെ ക്ലച്ച് കേബിൾ റീപ്ലേസ് ചെയ്തായിരുന്നു, പിന്നെ കാലിപ്പർ മാറിയിട്ടുണ്ടായിരുന്നു, പിന്നെ സീറ്റ് കവർ റീപ്ലേസ്മെൻറ്റ്. അതെൻ്റെ സീറ്റ് വീട്ടിലൊരു പൂച്ചയുണ്ട്, ആ പൂച്ച ഇങ്ങനെ കിരിക്കിരി വെച്ചിട്ട് സീറ്റ് കവർ മാറി. അപ്പോൾ അത് അറൗണ്ട് ഒരു 932 രൂപയ്ക്ക് വന്നായിരുന്നു. പിന്നെ റിയർ വീൽ അലൈൻമെൻറ്റ്, പിന്നെ നമ്മളെന്താ ചെയ്തേക്കണത്, പിന്നെ നട്ട് ബോൾട്ട്, എയർ ഫിൽട്ടർ, ബ്രേക്ക് പാഡ്, ഓയില്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എക്സോസ്റ്റ് ഗ്യാസ്കറ്റ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ബൾബ് മാറിയിട്ടുണ്ട്, പാർക്കിംഗ് ബൾബ് മറ്റേ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ 1367. അങ്ങനെ ഫിഫ്ത്ത് സർവീസ് എനിക്ക് ഓൾമോസ്റ്റ് വന്നേക്കണത് 3940 രൂപയാണ് ബില്ല് വന്നേക്കണത്, 3900. പിന്നെ നമ്മൾ ചെയ്തേക്കണത് സിക്സ്ത്ത് സർവീസ്.
സിക്സ് സർവീസ് എനിക്ക് മെയിനായിട്ട് അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിക്സ് സർവീസ് ആക്ച്വലി വരുന്നത് 15,000 കിലോമീറ്ററിലാണ്. ഞാനത് 16 സംതിങ് ആയപ്പോഴാണ് ചെയ്തത്. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 16 സംതിങ്ങിലാണ് ചെയ്തത്. അപ്പോൾ സിക്സ് സർവീസിൽ ശരിക്കും ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും വന്നില്ല. എന്നാലും ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് വണ്ടി ഞാൻ ആ ഇടയ്ക്ക് അധികം നോക്കാറൊന്നുണ്ടായില്ല. ഭയങ്കര റെഫ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കളറൊക്കെ ആകെ ഒരു ഇതായിട്ട് ഞാൻ അവിടുത്തെ അഡ്വൈസർ റെഫർ ചെയ്തിട്ട് വാക്സ് കോട്ടിങ് ചെയ്ത്. എനിക്ക് മാറ്റിൽ വാക്സ് കോട്ടിങ് ചെയ്യുമോയെന്നൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ആൾ പറഞ്ഞപ്പോൾ വാക്സ് കോട്ടിങ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ചെയ്തായിരുന്നു. പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ എയർ ബീഡിങ്, ഫോർക്ക് ഓയിൽ ചേഞ്ച്, പിന്നെ ഞാൻ ആ ഒരു 1000 കിലോമീറ്റർ ഡിലേ വന്ന കാരണം ഞാൻ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്തായിരുന്നു. പിന്നെ വെഹിക്കിൾ പോളിഷിങ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അന്ന് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ സൈഡ് സ്റ്റാൻഡിന് ഒരു സെൻസർ ഉണ്ട് ഈ ക്ലാസിക് 500-ന്. അപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് എല്ലാം കൂടി നമുക്ക് മൊത്തത്തിൽ സിക്സ്ത് സർവീസിന് വന്നേക്കണത് 5278. അപ്പോൾ ഈ 2 കൊല്ലത്തിനിടയിൽ എനിക്ക് മൊത്തം സർവീസിന് ചിലവായേക്കണത് 12,493 രൂപയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലത്തിനിടയിൽ 12,493 ഒരു റോയൽ എൻഫീൽഡ് സർവീസ് ചെയ്യാനായിട്ടെന്ന് പറയുമ്പോൾ അത്ര ഒരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് 2 കൊല്ലത്തിനിടയിലല്ലേ. പിന്നെ അതിൽ 1000 രൂപയൊക്കെ എനിക്ക് സീറ്റ് കവർ മാറേണ്ടി വന്നുകൊണ്ടാണ്. പിന്നെ വേറൊരു മിററൊക്കെ പൊട്ടിപ്പോയിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. അത് ഞാൻ ഇത് ബില്ലിലില്ല. ഓക്കെ. പിന്നെ എനിക്ക് എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് തോന്നിയിരിക്കുന്നത് ഈ വണ്ടിയിൽ നമുക്ക് പെട്രോള്. കാരണം മൈലേജ് വരുന്നത് എനിക്ക് ഒരു 28, 26 ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് മൈലേജ് ഇതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ വണ്ടി കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ 18,000 കിലോമീറ്ററിൽ ഏകദേശം 42,000 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റഫായിട്ട് ഇപ്പോൾ പെട്രോൾ വില ഒരു 74 വെച്ച് കൂട്ടുകയാണെങ്കിൽ 1 കിലോമീറ്റർ വണ്ടി ഓടണമെങ്കിൽ 2.46 രൂപ വേണം. 1 കിലോമീറ്ററിന് 2.46. പിന്നെ ഞാൻ ഈ പെട്രോളിൻ്റെ കണക്ക് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 70 രൂപ ആവറേജ് പെട്രോളിന് കിട്ടും. പിന്നെ 18,000 കിലോമീറ്റർ മൈലേജ് ഞാൻ 30 ഇട്ടാണ് കൂട്ടിയേക്കണത്. എന്നിട്ടാണ് ഈ 42,000. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഫ്യൂവൽ അടിച്ചത് നോക്കി വരികയാണെങ്കിൽ 42,000 മേളിലുണ്ട്. അപ്പോൾ അതാണ് ഇതുവരെ എനിക്ക് വന്നേക്കണ ചിലവ്. 12,493 രൂപ സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ 18,000 കിലോമീറ്ററിൽ. പിന്നെ ഈ 42,000 ഈ ഫ്യൂവൽ കോസ്റ്റ്. അപ്പോൾ ഒരു അറൗണ്ട് 2.46 2 രൂപയും 46 പൈസയും വരും 1 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണത് 1 കിലോമീറ്ററിന് 2 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി എൻ്റെ വണ്ടി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, റോയൽ എൻഫീൽഡ് സ്റ്റെൽത്ത് ബ്ലാക്ക്. അപ്പോൾ ഇതിപ്പോൾ അറൗണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 18,000 കിലോമീറ്റർ അടുക്ക് ഓടിയിട്ടുണ്ട്. 18,000. പിന്നെ ഈ വണ്ടി എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ആകെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയത് നമ്മളുടെ ഈ ഒരു ഏരിയ കണ്ട ഇവിടെ ഒരു ഓയിൽ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഹെഡ് ഓയിൽ ലീക്ക്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ 2-3 വട്ടം സർവീസ് സെൻറ്ററിലൊക്കെ കയറി. അപ്പോൾ സൈലൻസർ വെച്ചിട്ടുണ്ട്, മോട്ടോ ടോർക്കിൻ്റെ ലോഞ്ചർ. അതെനിക്ക് അറൗണ്ട് ഒരു 3,700 രൂപയ്ക്ക് അടുത്ത് അതിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ ആകെ തുരുമ്പിച്ചേക്ക് ഇരിക്കണം നോക്കുകയാണെങ്കിൽ. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ബാക്ക് ടയർ റീസെൻ്റായിട്ട് മാറിയായിരുന്നു. ബാക്ക് ടയർ MRFൻ്റെ സെയിം കമ്പനി ടയർ തന്നെ ഇട്ടേക്കണം, സാപ്പർ. അത് തന്നെ. അത് അറൗണ്ട് എനിക്കൊരു 2,200 രൂപയ്ക്ക് അടുത്ത് വന്നായിരുന്നു. പിന്നെ വേറെ എന്താ അഡീഷണൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ഗാർഡ് ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ, ക്രാഷ് ഗാർഡ്. അപ്പോൾ ക്രാഷ് ഗാർഡ് എനിക്ക് 1,800 രൂപ എന്തോ സംതിങ് അന്ന് വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഈ മിറർ ഇപ്പുറത്തെ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് സർവീസിൽ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ഗ്രിപ്പ് ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുക. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഹിമാലയൻ്റെ ഹാൻഡിൽ ഗ്രാബും കയറ്റാൻ കരുതി. അതുപോലെ തന്നെ ഈ മിറർ മാറ്റിയിട്ട് ഹിമാലയൻ്റെ മിറർ എടുത്ത് കയറ്റാൻ കരുതിയിട്ടുണ്ട്. പിന്നെ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് വണ്ടിയെ കൊണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി, നിങ്ങളെല്ലാവരും കണ്ടോ.
വേറെ പ്രത്യേകിച്ച് അങ്ങനെ ചിലവുകളൊന്നും ഇതുവരെ വണ്ടിയിൽ വന്നിട്ടില്ല. പിന്നെ ഇതുവരെ പിന്നെ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തായിരുന്നു കേട്ടോ. അത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് എടുത്തായിരുന്നു. അപ്പോൾ അത് അറൗണ്ട് 4000 സംതിങ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ്. ഫുൾ കവർ തന്നെ എടുത്തത് രണ്ടാമത്തെ കൊല്ലം. ഇനിയിപ്പോൾ അടുത്ത ഡിസംബറിലാണ് അടുത്ത ഇൻഷുറൻസ് എടുക്കേണ്ടത്. പിന്നെ പൊല്യൂഷൻ നോർമൽ 6 മാസം കൂടുമ്പോൾ അങ്ങനത്തെ ചിലവുകൾ മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നും വണ്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ദൈവം സഹായിച്ച്. പിന്നെ വേറെ ആക്സിഡൻറ്റ് മുട്ടും തട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. അപ്പോൾ അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡാണ്. വണ്ടി ഇപ്പോൾ ആകെ അഴുക്ക് അടിച്ചിരിക്കുകയാണ്. നമുക്ക് വാഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ് വണ്ടി.